നമസ്കാരമുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ നമസ്കാരം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞേ ഉള്ളൂ, ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി വല്ലതും ആയിരുന്നു എന്ന് ഓർക്കരുത്. സ്ഥാനാർത്ഥിയൊന്നുമല്ല, ഇവിടെ വന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ്. എന്തൊരു വേനൽ ചൂട്, ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു പിടിയുമില്ല. കഴിഞ്ഞൊരു മാസത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വേനൽ ചൂടിനൊപ്പം തന്നെ ഇലക്ഷൻ പ്രചരണവും സ്ഥാനാർത്ഥികളും പ്രകടന പത്രികയും ഒക്കെയായിട്ട് മറ്റൊരു ചൂടും കൂടെ നമ്മുടെ പുറകെ വന്നിരുന്നൊരു സമയമാണ്. അപ്പം സാറ് നമ്മുടെ ജനപ്രതിനിധിയായിട്ടൊക്കെ വന്ന ഒരാളാണ്. സാറിനറിയാം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട 3 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എന്താണ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ? പറയട്ടെ, ഇന്നസെന്റ് ആയിട്ട് പറയട്ടെ, സ്ഥാനാർത്ഥിയെ നിന്ന ആളല്ലേ. പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ എനിക്കറിയുമെങ്കിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യം ജയിക്കില്ലേ? സാർ, ആദ്യമായിട്ട് ഒരു 70mm ചിരി, നമ്മുടെ രമേശ് ചേട്ടൻ്റെ പടത്തിലൊക്കെ പറയുന്ന പോലെ കൊലചിരി കിളിചിരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാട്ടുണ്ടല്ലോ, അതുപോലെ നല്ല 70mm ഒരു ചിരി നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്യാൻ പഠിക്കണം. അതോടൊപ്പം തന്നെ എന്ത് നുണയും വിളിച്ചു പറയാൻ പറ്റിയൊരു നാക്ക് നമുക്കുണ്ടായിരിക്കണം. ഇതിന് ശേഷം ഇത് രണ്ടും ഇല്ലെങ്കിലും മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു വെള്ളയും വെള്ള മുണ്ടും വെള്ള ഷർട്ടും. അപ്പോൾ ഇലക്ഷൻ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ആ ഒരു ചൂടിൻ്റെ സമയത്ത് രാവിലെ എഴുന്നേക്കും നമ്മൾ. വേറൊന്നും കൊണ്ടല്ല, ഉറക്കം തീർന്നുകൊണ്ടല്ല. ഈ പ്രചരണം രാവിലെ മൈക്ക് അനൗൺസ്മെൻറ്റ് തുടങ്ങും. ബല്ലോ ജഗട് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് ഇങ്ങനെ തുടങ്ങും. എല്ലാവരും കൂടെ അലച്ചുകൊണ്ട് ഒരു സമയത്താണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഉറക്കം പോകും. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ ഉമ്മറത്ത് വന്നിങ്ങനെ ഉറക്കച്ചടവോടെ ഇരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ വലുതാകുമ്പോൾ മോൻ എന്താകാനാണ് ആഗ്രഹം? മോനെ ഞാൻ ഡോക്ടറാക്കണോ, എൻജിനീയർ ആക്കണോ, ഇവിടം വരെ വേണേലും കൂലിപ്പണി എടുത്താണേലും മോനെ ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു സിനിമാ നടനാകാനാണ് ഒരുപാട് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ സിനിമാ നടനാകുക, കലാകാരൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അവൻ എത്തിപ്പെടുക എന്നുള്ളത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ചേട്ടനെ പോലുള്ള ഒരാളെ കൊണ്ടൊക്കെ ഞാൻ അഭിനയം പഠിപ്പിച്ചു തരാം, അവിടം വരെ കൊണ്ടുപോയി വേണേലും ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് നീ ഈ അഭിനയം തിരഞ്ഞെടുക്കാൻ, സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഒരു 5-6 സിനിമ കഴിയുമ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയും, സിനിമയിൽ ഞാൻ ഫ്ലോപ്പായാലും അതുവഴി ഞാൻ രാഷ്ട്രീയത്തിൽ പൊക്കോളാം എന്നാണ് അവനോട് പറഞ്ഞത്. കാരണം രണ്ടിടത്തും വേണ്ടത് അഭിനയം തന്നെയാണ്. പൊതുവേ വേറെ കാര്യമുണ്ട്, ഒരുപാട് പേര് പറയും സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം, ചിരി അഭിനയിക്കണം എന്നൊക്കെ. പക്ഷേ സ്ഥാനാർത്ഥികളെക്കാളും അഭിനയിക്കുന്നവരാണ് വോട്ടർമാർ. അതറിയാവോ? അവരെല്ലാ സ്ഥാനാർത്ഥികളോടും ഒരേപോലെ വോട്ട് ചെയ്യാൻ സമ്മതിക്കും. അതിൻ്റെ അഭിനയമില്ല. അപ്പോൾ ചെയ്യണം കേട്ടോ, ചെയ്യാം, എന്നിട്ട് പറ്റിക്കുകയും ചെയ്യും. നമ്മൾ ഉറപ്പായിട്ട് ഇവിടെയുള്ള 7 വോട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ, ഓക്കെ എന്ന് പറയും. ഒരു കാര്യമില്ല, ഇവർ ഏതോ ഒരാൾക്കേ ചെയ്യുള്ളൂ. പക്ഷെ അവർ 3 പേരെടുത്തും ഒരുപോലെ അഭിനയിക്കാൻ കഴിവുള്ളതാണ് ഓരോ വോട്ട്. എൻ്റെ ഭാര്യ അതുപോലെ തന്നെ, ഭാര്യ ഏത് സ്ഥാനാർത്ഥി വന്നാലും പറയും, ഈ വീട്ടിൻ്റെ മുമ്മറത്തൊരു ഫ്ലെക്സ് വെക്കണേ, നിങ്ങളുടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് മസ്റ്റായിട്ട് പോകണേന്ന് പറയും. ഞാൻ ആലോചിച്ചു, ഇവർക്ക് എന്താ ഇത്ര സ്നേഹം എല്ലാവരോടും? കുറച്ച് കഴിഞ്ഞാണ് പറയുന്നത്, എടാ മനുഷ്യ, നിങ്ങൾ കുറേ നാളായി ആ ബാത്റൂമിൻ്റെ വാതിൽ ശരിയാക്കാൻ പറഞ്ഞിട്ട്, അവരൊരു ഫ്ലെക്സ് കൊണ്ട് വെച്ചാൽ അത് വെച്ചെങ്കിലും അത് അടയ്ക്കാമല്ല എന്നുള്ള രീതിയിൽ പിന്നീടാണ്. ഞങ്ങളുടെ ഒരു ചേച്ചി സ്ഥാനാർത്ഥിയാകാൻ വോട്ട് ചോദിക്കാൻ ഒരു 5-6 പേര് കൂടെ ഉള്ളൂ എപ്പോഴും വരുന്നത്. അവരെ കൊണ്ടൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ലക്ഷം തീരാറാകുമ്പോഴത്തേക്കും നല്ല സബ്സ്ക്രിപ്ഷൻ ആവും അവർക്ക്. ഞാനും മോനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് എന്നോടിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അച്ഛാ എന്താണ് ഈ അണികൾ? ഞാൻ പറഞ്ഞു, പണിയെടുക്കാൻ വേണ്ടിയുള്ളവരാണ് ഈ അണികൾ എന്ന് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് 70mm ചിരിയോടെ സ്ഥാനാർത്ഥി എൻ്റെ മുന്നിലേക്ക് വരുന്നത്. വന്ന പാടെ തോളത്ത് തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, കള്ളൻ, അങ്ങനെ തടിച്ചു കൊഴുത്ത് ഇങ്ങനെ വെളുത്തൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആള് മാറി 5 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞു. എനിക്കത് അത്ര പിടിച്ചില്ല. മാത്രമല്ല എൻ്റെ മോനെ എടുത്ത് എക്കത്ത് വെച്ചിട്ട് പറഞ്ഞു, അച്ഛനെ പോലെ തന്നെ മോൻ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ അതെൻ്റെ മോനാണ്, നിങ്ങൾ തോളത്ത് തട്ടിയത് എൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ബംഗാളിയുടെ തോളത്താണ്, ജഹാംഗീറിൻ്റെ തോളത്ത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ ഇലക്ഷൻ ആയിട്ട് ഞാൻ കൂട്ടിക്കൊഴിച്ച് നോക്കിയപ്പോൾ കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് നമുക്കിവരെ താരതമ്യപ്പെടുത്താൻ സാധിക്കും. ആദ്യമായിട്ട് ചില സ്ഥാനാർത്ഥികളെ നമുക്ക് പുട്ടായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കും. അതുപോലത്തെ തള്ള. അപ്പം നമ്മുടെ പിഷാരടി ചേട്ടൻ പറയുന്ന പോലെ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. അവരുടെ ഒരു തള്ളു കേട്ടാൽ 1 ഗ്ലാസ് വെള്ളം അപ്പം തന്നെ നമ്മൾ കുടിച്ചിരിക്കും എന്നുള്ള. ചില സ്ഥാനാർത്ഥികൾ പഴം പോലെയാണ്, അവിടെ ഇല്ല ഇങ്ങനെ കുഴമഴഞ്ഞ പോലെ കിടക്കും. അഥവാ തൊണ്ടേറ്റെങ്ങാനും പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല നമ്മുടെ കാര്യം പോക്കാം. ഈ ചില സ്ഥാനാർത്ഥികളെ നമ്മൾ ഗുളികയായിട്ടാണ് താരതമ്യം ചെയ്യുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എഴുതി തരും, രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകിട്ട് 1. അങ്ങനെ 3 നേരം 3 മുന്നണികൾ മാറി ഏത് മുന്നണി പോയി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ കുറേ ആളുകൾ, ഗുളിക പോലത്തെ ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അവരെ നമ്മൾ മുന്നണി പോരാളികൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പം എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഫോൺ എടുത്തിട്ട് വീട്ടിൽ ഭാര്യയെ വിളിച്ചേക്കും, എടീ ഇത്ര ദിവസമായില്ലേ, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്, ആ സൈഡിൽ ഞെക്കൂ, അപ്പം ഇങ്ങനെ നീണ്ടു വരും, അതിൽ ആ വട്ടത്തിലുള്ളത് എടുത്ത് വെക്ക്, ഓക്കെ, ഇനി അകത്തോട്ട് തള്ളും, അത് ഇത്രയും ചെയ്ത സൈസ് ഇത് നീണ്ടു വരുമ്പോൾ അതിലോട്ട് വെച്ചിട്ട് അകത്തോട്ട് തള്ളിയാൽ മതി. ഇപ്പം ഞാനത് CD ഇടാൻ
ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ഫോൺ വെച്ചപ്പോൾ പുള്ളിയോട് ചോദിച്ചു, എന്താ ഏട്ടാ പറഞ്ഞു കൊടുക്കുന്നത് ചോദിച്ചു. അച്ഛന് ഗുളിക കൊടുക്കാനേ. കഴുത്തി പിടിച്ച് ഞെക്കിയിട്ട് നാക്ക് പുറത്തോട്ട് വരുമ്പോൾ ഗുളിക എടുത്തു വെച്ചിട്ട് തള്ളിക്കൊടുക്കാൻ വേണ്ടി പറയുന്ന. ഈ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ചില സ്ഥാനാർത്ഥികൾ ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ അവർ പാപ്പർ ഹർജി നൽകിയ പോലെ അവർക്ക് 1000 രൂപയായിരിക്കും അവരുടെ വരുമാനം എന്നുള്ളതാണ്. ആ ഒരു സമയമാകുമ്പോൾ എങ്ങനെ വരുന്നു എന്നറിയില്ല. 1000 രൂപ അവരുടെ വരുമാനം. അതിന് 350 രൂപ അവർ സൈക്കിൾ മേടിച്ചതിൻ്റെ പിന്നെ ലോണിലേക്ക് മാറ്റും. 650 രൂപ അണ്ണാച്ചിയുടെ പാണ്ടിപ്പലിശയ്ക്ക് കൊടുക്കും. ബാക്കി 2 ഗ്രാം സ്വർണ്ണമാണ് ഭാര്യയുടെ പോക്കറ്റിലുള്ളത്. പക്ഷേ ഇവർക്ക് ഇന്ന് വരെ BPL കാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. ഭരണാധികാരി ഇത് സമർപ്പിക്കുമ്പോൾ ഇവർക്ക് 500 രൂപ അങ്ങോട്ട് പോക്കറ്റിൽ വെച്ച് കൊടുത്താലോ വണ്ടിക്കൂലിക്കെന്ന് ആലോചിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരാറാകുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ തോൽവികളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതേപോലെയൊക്കെ നടക്കുന്നുണ്ട്. തോൽവികളെ പരിശോധന. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ തോൽവി പരിശോധന ഇത് ഏത് ലാബിലാണ് മൂത്രവും രക്തമൊക്കെ പരിശോധിക്കുന്ന പോലെ ചെയ്യുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കുറേ ലോക തോൽവികൾ നമുക്ക് അവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങനെയെങ്കിലും മത്സരിക്കാതിരിക്കാൻ നമുക്കത് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആകെ ഞാൻ കാണുന്ന വികസനം നമ്മളുടെ പൊതുകടത്തിൻ്റെയും സ്ഥാനാർത്ഥികളുടെ വയറിൻ്റെയും ഒക്കെയാണ് കൂടുതൽ. ഇനി അത് നഗരങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ വികസനത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കണ്ണനുണ്ണി, താങ്ക് യു.